നമുക്കിപ്പോൾ ഒരു 2 months കൂടുമ്പോൾ അല്ലെങ്കിൽ 3 months കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്നവരുണ്ട്, 3 വർഷമായിട്ട് ചേഞ്ച് ചെയ്യാത്തവരുണ്ട്. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രിസിൽസിൻ്റെ ആ ഫങ്ഷനാലിറ്റി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രഷ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ആൾക്കാർ ഒരു പരന്ന ബ്രഷ് വെച്ചിട്ട് തേച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് എഫക്റ്റ് കിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ആ ബ്രിസിൽസ് ഫുള്ളി ഫങ്ഷണലായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരുപാട് ഫ്ലവർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ബ്രഷസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ ഒരു ഹാർഡ് ബ്രഷ് ഉണ്ട്, മീഡിയം ബ്രഷ് ഉണ്ട്, സോഫ്റ്റ് ബ്രഷ് ഉണ്ട്. നമുക്ക് ഗംസിനൊക്കെ ഇഷ്യൂ ഉള്ള സമയത്ത് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ് ബ്രഷ് ആണ്. കാരണം വെച്ചാൽ നമ്മളെ ഗംസിൻ്റെ ഇഷ്യൂ ഉള്ള സമയത്ത് കൂടുതൽ അവിടെ അബ്രേഷൻ സംഭവിക്കാതിരിക്കാൻ, ഗംസിന് കൂടുതൽ ഇത് പറ്റാതിരിക്കാനൊക്കെ ആയിട്ട് സോഫ്റ്റ് ബ്രഷസ് ആണ്. അപ്പോഴും സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻസിനും സോഫ്റ്റ് ബ്രഷ് ആണ് സജസ്റ്റ് ചെയ്യുക. കാരണം കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള ബ്രഷിന് കൂടുതൽ അബ്രസീവ് നേച്ചർ ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും, അബ്രേഷൻ ഉണ്ടാവും, ഇനാമൽ അബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഒഴിവാക്കാനും നമ്മൾ പല ടൈപ്പ് ബ്രഷ് ഉപയോഗിക്കും. അപ്പം ഈ പല ടൈപ്പ് ബ്രഷിനും പല ടൈമിലാണ് അതിൻ്റെ വേറെ ടയർ സംഭവിക്കുക. ഒത്തിരി ഹാർഡായിട്ടുള്ള ബ്രഷ് അത്ര പെട്ടെന്ന് പോകില്ലല്ലോ.